എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 ഡിസംബർ 31, 1201 ആണ്ട് ധനുമാസം 16 തീയതി. നമ്മുടെ 2025 ഇന്ന് രാത്രി 12 മണിയോടുകൂടി വിട പറയുകയാണ്. ഈ വർഷം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നാളത്തെ പരിപാടിയിൽ പരിശോധിക്കാം. ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്ന് എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. എന്നാൽ ടെൻഷൻ കൂടുന്ന ദിവസമാണ്. മാനസിക പിരിമുറുക്കം മൂലം ഔഷധ സേവ വരെ ചെയ്യേണ്ട ഒരവസ്ഥ വന്നേക്കാം. ചില കാര്യങ്ങൾ മുടങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായ ചില ഇടപാടുകളിൽ വരുന്ന ക്രമക്കേടുകളോ കണക്ക് കൂട്ടലുകളിലെ തെറ്റുകളോ ഒക്കെ സംഭവിച്ച് അപ്രീതിക്ക് പാത്രമാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ചില അസുഖങ്ങൾ കൂടാനായിട്ട് സാധ്യതയുണ്ട്. ശ്രദ്ധയില്ലാതെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാതെ നടക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്ഥിരമായുള്ള ക്രോണിക് ഡിസീസുകളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഉച്ചയ്ക്ക് ശേഷം ആശ്വാസകരമായ ചില അനുഭാവപൂർവമായ ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം സമാധാനം ലഭിക്കുന്നതായി കാണുന്നു. ഏതായാലും 7.5 ശനിക്കാലമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകണം. കൂടാതെ വ്യാഴം 3-ൽ നിൽക്കുകയാണ്. അതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ശാസ്താക്ഷേത്ര ദർശനവും നീരാഞ്ജന സമർപ്പണവും അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര അല്ലെ കൃഷ്ണക്ഷേത്രത്തിൽ പോവുകയും ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്യേണ്ടതാണ്. അവരവരുടെ മതാചാരങ്ങളനുസരിച്ച് അവരവരുടെ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. സാമ്പത്തികമായി പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് മുടക്കം കൂടാതെ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നല്ല ചിലവ് ഉള്ള ഒരു ദിവസമായിരിക്കും. യാത്രയിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. ഉപരിപഠനത്തിനുള്ള ശ്രമമൊക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ വിദേശ യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക്, വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്ക്, വിദേശ കാര്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണപ്രദമായിരിക്കുകയില്ല. എന്നാൽ സന്താനങ്ങളെ കൊണ്ടുള്ള ഉയർച്ച, സന്താനങ്ങൾക്ക് ജോലി ലഭ്യത കൊണ്ടുള്ള ആഹ്ലാദം ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് എങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. ഇഷ്ടജനങ്ങളുമായി പിരിഞ്ഞു നിൽക്കേണ്ടതായ ഒരവസ്ഥ വരുന്നു. ഇഷ്ടജനങ്ങളുമായി തർക്കത്തിലോ വഴക്കിലോ ഒക്കെ ഏർപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അനാവശ്യമായ സ്വഭാവങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ മദ്യപാനം തുടങ്ങിയ ശീലങ്ങളൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും അത് പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തേണ്ടതാണ്. കരൾ സംബന്ധമായ രോഗങ്ങളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. പാദരോഗങ്ങളുള്ളവർക്ക്, കാലിന് ചില ഡയബറ്റിക് പ്രോബ്ലം കൊണ്ടൊക്കെ ഉള്ള മരവിപ്പ്, പഴുപ്പ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് വർദ്ധിക്കുവാൻ സാധ്യത കാണുന്നു. സന്താനങ്ങളോട് കലഹിക്കുവാനും അവരിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ആത്മസംയമനം പാലിക്കുകയും ഈശ്വര പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. സമ്മാനങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ആഹ്ലാദപരമായ പല നിമിഷങ്ങളും നമ്മെ തേടി വരുന്ന ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹത്തിലേക്ക് പ്രണയബന്ധം എത്തിച്ചേരുന്ന രീതിയിലുള്ള സംസാരങ്ങളും ചർച്ചകളുമൊക്കെ കുടുംബാംഗങ്ങൾ നടത്തുന്നത് കണ്ട് സമാധാനവും സന്തോഷവുമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു.
നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, നിയമപാലകർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. ആരോഗ്യസ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. കുടുംബത്തിൽ മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ സ്വന്തത്തിൽപ്പെട്ട പ്രായം ചെന്ന ആർക്കെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ദൂരയാത്രയ്ക്ക് സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, ദൂരയാത്ര ചെയ്യുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്നും, സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാനും കലഹത്തിലേക്ക് വഴിതെളിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബത്തിലും ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കുവാനായിട്ട് സാധ്യത കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുള്ള ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്ന് ആലോചിച്ച് തിരുത്തപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. വിവാഹാധികാര്യങ്ങളിൽ ശ്രദ്ധ വച്ചിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ കണ്ടകശനി കാലമായതുകൊണ്ട് ശാസ്താക്ഷേത്ര ദർശനവും അതിന് തുല്യമായ പ്രാർത്ഥനകളും സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. സാമ്പത്തികമായ കാര്യത്തിൽ മുൻപുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കുറയുകയും സന്തോഷകരമായ ചില അവസ്ഥയിലേക്ക് നമ്മുടെ സാമ്പത്തിക അവസ്ഥ ഉയരുന്നതുമൊക്കെയായി കാണുന്നു. ഷെയറിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ സമ്പാദ്യ മനോഭാവമുള്ളവർക്ക് സമ്പാദ്യത്തിന് പണം നിക്ഷേപിക്കാനും സാധ്യതയുള്ള ദിവസമായിരിക്കുന്ന. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിക്കും ചില ക്ലേശങ്ങൾ കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അത് വിപരീതവും അനുകൂലവുമാകാം. ഏതായാലും ശുഭകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ശുഭചിന്തകൾ ഉണ്ടാകുവാനും ഈശ്വര മാർഗത്തിലൂടെ, ദൈവിക മാർഗത്തിലൂടെ സഞ്ചരിക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. എന്നാൽ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ വിപരീതമായ ഫലമാണ് ഉണ്ടാക്കുക. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, നിയമപരമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും മാനസികമായ പീഡകൾ അനുഭവിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട അനുഭവങ്ങൾ കൈവരുന്നതാണ്. സ്വന്തം കുട്ടികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല വഴികൾ കാണിക്കുവാനുമൊക്കെ ഉതകുന്ന ചില സാഹചര്യങ്ങൾ ഇന്ന് വന്നു ചേർന്നേക്കാം. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണെങ്കിലും ഗുണാധിക്യമാണ് ഉണ്ടാകുക. വളരെ നാളുകളായുള്ള അധ്വാനം മൂലമോ കായികമായ പരിശ്രമം മൂലവുമൊക്കെ ചില ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതൊഴിച്ചാൽ മനസ്സിന് സംതൃപ്തി നൽകുന്ന പല സാഹചര്യങ്ങളും ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം. ജോലി ഭാരം തോന്നുമെങ്കിലും ജോലി ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് ഇന്ന്. പങ്കാളിയുടെ ഉയർച്ചയോ പങ്കാളിക്ക് കിട്ടിയ അംഗീകാരമോ ഒക്കെ കണ്ട് വളരെ ആനന്ദിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശയാത്രയിൽ ഒരുങ്ങുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. അതേപോലെ ഉപരിപഠനത്തിനായി പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഏതെങ്കിലും തരത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായി കാണുന്നു. എന്നാൽ ശാരീരിക ക്ലേശം കൊണ്ടുള്ള ക്ഷീണം മാത്രം നിലനിൽക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രൊമോഷനുകൾ ലഭിക്കും എന്ന ഒരു നോട്ടീസ് കിട്ടുവാനും
സന്തോഷകരമായ ഒരു സ്ഥലത്തേക്ക് മാറുവാനും ഒക്കെ സാധ്യത കാണുന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ ജോലി മാറ്റത്തിനുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. പുതിയ ഏതെങ്കിലും കാര്യം തുടങ്ങുന്നതിനും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങളൊക്കെ അയവ് വരുന്ന ദിവസമാണ്. സാമ്പത്തികമായി മുൻപുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും സമാധാനപരമായി മുമ്പോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുക, അവരുമായി മാനസികമായ സംഘർഷങ്ങൾ പറഞ്ഞ് സമാധാനം കണ്ടെത്താനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. പുതിയ ബന്ധങ്ങൾ, പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിന് ഒരുങ്ങുന്നവർക്ക് പുതിയ ആലോചനകൾ ഒക്കെ വരുന്നതാണ്. കമിതാക്കൾക്കും ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഉദരസംബന്ധമായ അസുഖങ്ങൾ അലട്ടുന്നവർ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവരും അതനുസരിച്ച് ചിട്ടയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. നിയമപരമായ ജോലി ചെയ്യുന്നവർക്കും അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട അനുഭവങ്ങളാണ് കാണുന്നതെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ചില ആളുകളുടെ വേർപാടുകൾ വന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉറ്റവരുമായി ചില മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം, വഴക്ക്, കലഹം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായ ചില തർക്കങ്ങൾ ഉടലെടുത്തേക്കാം. ബന്ധുക്കളിൽ ചിലർ അകന്നു മാറുവാനും സാധ്യത കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഉത്കണ്ഠയും ഭയവും മാനസിക വിഷമങ്ങളുമൊക്കെ ഒരു പരിധിവരെ ഇന്ന് മാറുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഉദ്യോഗ ലബ്ധിക്കായി പരിശ്രമിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി ഉദ്യോഗലബ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ഇന്ന് ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ സുഖകരമായി കാണുന്നില്ല. കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. മാനസിക സംഘർഷത്തിന് ഉതകുന്ന ചില സാഹചര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വന്നു ചേരാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളും അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാലിനോ കയ്യിനോ ഒക്കെ മുറിവേൽക്കാനായിട്ട് സാധ്യതയുണ്ട്. വീഴ്ച, ഒഴിവ്, ചതവ്, മുറിവ് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഏഴര ശനിയുടെ പോക്കായതുകൊണ്ട് അപകടങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ വേണ്ട കരുതലുകളോടുകൂടി വേണം വാഹനം ഓടിക്കാൻ. ഹെൽമറ്റ് ധരിക്കുക, ബെൽറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. അല്ലെങ്കിൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുക, അമിതമായ സ്പീഡ് ഒഴിവാക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികമായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയ ഒരു ദിവസമാണ്. പുതിയ പഠനത്തിനും ഒരുങ്ങുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്തട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. നടുവേദന, കാലുവേദന തുടങ്ങിയ കാര്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് വർദ്ധിക്കാനിടയുണ്ട്. അതേപോലെ ജന്മത്തിൽ ശനി നടക്കുന്ന കാലമായതുകൊണ്ട് നടുവിന് ക്ഷതമേൽക്കാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന് ചില ഗ്രഹങ്ങളുടെ വിപരീതമായ ചില സംസർഗം കൊണ്ട് ചില ഭാഗ്യദോഷങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഉത്കണ്ഠയും ആകാംക്ഷയും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ഔദ്യോഗികമായ ചില ജോലികൾ ചെയ്തു തീർക്കുന്നത് മൂലം IT ഫീൽഡിലുള്ളവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നും ഉന്നതന്മാരിൽ നിന്നുമൊക്കെ അംഗീകാരം ലഭിക്കുകയും സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന രീതിയിലുള്ള ഒരു അംഗീകാരവും റെക്കമെൻഡേഷനുമൊക്കെ ലഭിക്കുന്ന ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസമായി കാണുന്നില്ല. കഴിവതും കൂട്ടായ്മയോടുകൂടിയുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഒറ്റപ്പെട്ട സ്ഥലത്തേക്കോ മല, കാട് തുടങ്ങിയ സ്ഥലത്തേക്കൊക്കെയുള്ള യാത്ര തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടതാണ്. അത് ഉല്ലാസയാത്രയായാൽ പോലും ചില അപകടങ്ങൾ വരാൻ സാധ്യത കാണുന്നു. എന്നാൽ ഉറ്റവരിൽ ചിലർക്ക് ഭാഗ്യമുണ്ടാകുന്നത് കൊണ്ടും
ഉറ്റവരിൽ ചിലരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ചയോ അല്ലെങ്കിൽ മക്കളുടെ ഉപരിപഠനത്തിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാകുന്നതുകൊണ്ടൊക്കെ സന്തോഷിക്കുവാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ 2025 ഇന്ന് വിട പറയുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത വർഷം 2026 ജാനുവരി 1-ാം തീയതി നമുക്ക് കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തു രക്ഷിക്കട്ടെ എന്നും അടുത്ത വർഷം എല്ലാവർക്കും ഏറ്റവും നല്ലതായി തീരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു.